ഇപ്പോൾ 10 മണിക്ക് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഷെമീറ കുട്ടി ഷെമീറ ഇന്നിപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. രാവിലത്തെ വിശേഷങ്ങൾ എന്നും ഇവിടെ നടന്നു പോകുന്നുണ്ട്. വീഡിയോയിൽ കാണിക്കാറില്ലല്ലോ കുറേ ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു മോർണിംഗ് വ്ളോഗ് ആവാന്ന്. അപ്പോൾ മോർണിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് നിന്ന് സംസാരിക്കാനുള്ള നേരമൊന്നുമില്ല കേട്ടോ. മുമ്പത്തെ പോലെയല്ലോ, ഒക്കെ ഷോപ്പിൽ പോകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവണം. മുമ്പാണെങ്കിൽ സ്കൂളിൽ പോകാനുള്ള കുട്ടികളും ഇല്ല, ഷോപ്പിൽ പോകാനുള്ള ആൾക്കാരും ഇല്ല. നമുക്ക് നേരം വൈകിയാലും കുഴപ്പമില്ല. പറിക്കാൻ നേരം ഉണ്ടാവോ? ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയൊക്കെ അല്ലേ പുതിയ തോട്ടി എങ്ങനെ ഉണ്ടെന്ന്. ഷോപ്പിൽ പോകാൻ സമയമില്ല. ഞങ്ങൾ പുതിയ ഇതൊക്കെ മേടിച്ചു, തോട്ടിയൊക്കെ മേടിച്ചു പോകണം. അവർക്കൊന്നും കാണിച്ചു കൊടുത്തോ? ഇല്ല, ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല. തോട്ടി ഞങ്ങൾ കാണിച്ചു തരണം. അപ്പൊ പൊട്ടിക്കാട്ടോ ഇല്ല ഒന്നേ എളുപ്പമുണ്ടോ? ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു മാങ്ങ പറിക്കുന്ന സാധനം. നല്ലതുണ്ട് അല്ലേ? ഈ ഒരു സാധനം മാത്രം കേട്ടോ. ഇതിന് 200 സംതിങ് ആണ്, 290 അങ്ങനെ എന്താണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൊളത്തിയിട്ട് മാങ്ങ കിട്ടുന്നതാണ്. അപ്പം മാങ്ങ താഴത്ത് വീഴാതെ പൊട്ടിക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. പക്ഷെ ഈ തോട്ടി ഉണ്ടല്ലോ, തോട്ടി നിങ്ങളാരും പേടിക്കരുത്. ഇത് ഇതിനെ പോലുള്ള ആൾക്കാർ മാത്രം പേടിച്ചാൽ മതി. കാരണം കുറച്ച് ജിമ്മും ഇതൊക്കെ എടുക്കണം. ഇത് പൊട്ടിക്കുന്ന ഒരു സീൻ കാണിച്ചു കൊടുത്താ ഒന്ന് സൂം ചെയ്യാൻ പറ്റൂടി? ഇത്രേ ഉള്ളൂ അല്ലേ? സിമ്പിൾ ടെമ്പിൾ ആണ്. രാത്രി പൊട്ടിക്കല്ലേ? രാത്രി പൊട്ടിക്കാൻ സുഖം. ഒന്നാമത് ഇപ്പൊ സമയമല്ല, ഇനി കടയിൽ പോകാനും സമയമില്ലേ. ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടേ കിട്ടിയപ്പോ മുതൽ തുടങ്ങിയതാ. അങ്ങനെ സൂപ്പറാണ് കേട്ടോ. ബില്ലൊക്കെ നല്ല ഉഷാറായി വരൽ തുടങ്ങി. ആൾക്കാർ പൂവൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പക്ഷെ പൂവ് ഞങ്ങൾക്ക് കാണാൻ മാത്രം ആയിട്ടില്ല എന്ന് മാത്രം. അപ്പുറത്തേക്ക് വരുമല്ലോ പോലെ ഓല് ഒളിച്ചിരുന്ന് പൂവ് ഇടുക. ബുക്കുട്ടൻ്റെ സ്ഥലമാണ്. ബുക്കുട്ടൻ ഇറങ്ങുന്ന സ്ഥലം. ഇവിടെ ഇനി വൈകുന്നേരം അടിച്ചു വരുന്നുള്ളൂ. ഈ ചായ കൊണ്ട് അകത്തേക്ക് ചെന്നാലുള്ള നമുക്ക് ഒരു എനർജി കിട്ടുക. രാവിലെ എണീറ്റോടെ നമുക്ക് സംസാരിക്കുമ്പോൾ ഇതും അതാ ഞാൻ പിന്നെ ഇൻട്രോകളൊന്നും അധികം പറയാതെ വേഗം വീഡിയോ എടുത്ത് അങ്ങനെ പോകുന്നത് കേട്ടോ. കാരണം ഒരു എനർജി ഉണ്ടാവില്ല. രാവിലെ എണീറ്റേക്ക് കുറേ വെള്ളം കുടിക്കും കേട്ടോ. ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ. രാവിലെ എണീറ്റോടെ സംസാരം കൊണ്ട് വരൂലല്ലോ.
ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മടക്ക് ചപ്പാത്തി പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്റ്റൂ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഇതാ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മടക്ക് ചപ്പാത്തിക്കുള്ള മൈദ ജസ്റ്റ് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മുട്ടടിച്ച് തരാൻ പോണതിൻ്റെ മുമ്പേ കുഴച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കുക, പിന്നെ കറാമ്പൂ പട്ട ഇടുക, അടുത്തത് വലിയുള്ളി ഉരുളക്കിഴങ്ങും പച്ചമുളകും വെളുത്തുള്ളി അരിഞ്ഞതും ഒക്കെ ഒപ്പം ഇട്ട് കൊടുക്കുക. അതായത് എനിക്ക് നേരമില്ലാത്ത കാരണം ഇത് ഒക്കെ ഒപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് ചൂടുവെള്ളം. മടക്ക് ചപ്പാത്തി സെറ്റാക്കാം. രാവിലെ നീറ്റേക്ക് കുളിയൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് മുറ്റടിക്കുമ്പോൾ വിയർക്കൂലെന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ച് ഫ്രഷായി ക്രീമൊക്കെ തേച്ച് നമ്മൾ വിയർത്താലും ആ വിയർപ്പിനൊരു ഫ്രഷ്നെസ് ഉണ്ടാവും കേട്ടോ. കുളിക്കാത്തതും കുളിച്ചതും വേറെ വേറെയാണല്ലോ. രാവിലെ കുളിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. ഞാൻ കുളിക്കാത്ത ഇതുകൾ കുറേ ട്രൈ ചെയ്ത് നോക്കും, കുളിക്കാതെ ജോലികളൊക്കെ ചെയ്യണേ. അതൊക്കെ പണ്ട് മുതലേ അങ്ങനെ ഒരു ശീലമായതുകൊണ്ട് എനിക്ക് രാവിലെ നീറ്റേക്ക് അങ്ങോട്ട് കുളിക്കണം. എന്നുവെച്ചാൽ ഇന്ന് നമ്മളൊരു ജോലികളൊക്കെ എന്തൊക്കെ കഴിഞ്ഞ പോലെയാണ്, ഒരു നല്ലൊരു സമാധാനം. നമ്മൾ കുളിക്കാതിരിക്കുമ്പോൾ നമുക്ക് നമ്മളാകെ ഒരു സുഖമില്ലാത്ത പോലെയാണല്ലോ. നമ്മൾ ശരിയല്ല, നമ്മൾ ഓക്കെ അല്ല എന്നുള്ളതാണല്ലോ. നമ്മൾ കുളിച്ചിട്ടാണ് ഫ്രഷായി നല്ലതിൽ വൃത്തിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഓക്കെ ആയി. എപ്പോഴും നമ്മൾ ഓക്കെ ആക്കി വെക്കണമല്ലോ. മടക്ക് ചപ്പാത്തി എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ? അതായത് നല്ല രസമാണല്ലോ, പൊറാട്ടൻ്റെ പോലെ തന്നെ. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ മടക്ക് ചപ്പാത്തി. ഈ കട്ടിംഗ് ബോർഡ് ഉണ്ടല്ലോ, നമുക്ക് പരത്താനും കുഴക്കാനൊക്കെ ഉണ്ടോ നല്ലത്. മുറിച്ച് കഴിഞ്ഞാലേ നമ്മളെ കത്തിയുടെ മുറിച്ച് പെട്ടെന്ന് പോകുന്നുണ്ട്. മടക്ക് ചപ്പാത്തിക്ക് ഇതാ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തുക. പിന്നെ നമ്മളെ വെളിച്ചെണ്ണ ഏതെണ്ണയാണെങ്കിലും കേട്ടോ, ഇന്ത്യ കുപ്പിയിൽ ഇപ്പോൾ വെളിച്ചെണ്ണയുള്ളത്. കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കുക. അതായത് ആ ലെയറുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മൈദ തൂവണേ. പിന്നെ ഒരു മടക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക, പിന്നെ ഒരു മടക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇച്ചിരി കൂടി എണ്ണ വെച്ചു, ഇച്ചിരി കൂടെ മൈദപ്പൊടി ഇങ്ങനെ മടക്കുക, ഇങ്ങനെ മടക്കുക, ഇങ്ങനെ സെറ്റാക്കി വെക്കുക കേട്ടോ. സുഖം പറയും, സുഖമില്ല. അതിന്റെ ഇടയ്ക്ക് യാമിക്കുട്ടി വ്ളോഗ് എടുക്കുന്നത് നേരത്തെ എണീറ്റിരിക്കാണ് അല്ലേ? വ്ളോഗ് എടുക്കണൊക്കെ കാണാൻ വരാൻ വേണ്ടിട്ട് അപ്പുണ്ടാക്കിട്ടോ. അങ്ങനെ പരത്തലൊക്കെ കഴിഞ്ഞു കേട്ടോ. പരത്തല് കഴിഞ്ഞു പറഞ്ഞാൽ ഒക്കെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് കൊയറാക്കിയിട്ട്. പിന്നെ ചുടുമ്പോ ഇങ്ങനെ വലുതാക്കി പരത്തട്ടോ ചെയ്യുന്നത്. ഈ ചപ്പാത്തി ചുടുന്നതിൻ്റെ മുമ്പ് നമുക്ക് കറി സെറ്റാക്കി വെക്കാൻ കാരണം പിന്നെ ഇക്കാക്ക് വേഗം കഴിക്കാൻ കൊടുക്കാമല്ലോ. നമ്മളെ കറീനെ കുറച്ച് റിച്ചാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. ഇളം ചൂടുവെള്ളത്തിലാണ് തേങ്ങാപ്പാൽപ്പൊടി കലക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ കറിയിൽ തന്നെ കുറച്ച് കറി എടുക്കുകയാണ്. എന്നാൽ പിന്നെ കറി കുറച്ച് അധികം ആവും ചെയ്യില്ല, മിക്സ് ചെയ്യുകയും ചെയ്യും. കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇളം ചൂടുവെള്ളം ആക്കിയിട്ടുണ്ട്. ഞാനത് അങ്ങനെ തേങ്ങാപ്പാൽപ്പൊടിൻ്റെ മേടിച്ചേക്കില്ല കേട്ടോ. കാരണം ഇങ്ങനെ പെട്ടെന്നൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരക്കെ ഒഴിക്കുക. ഇത് ലാഭമാണോ നഷ്ടമാണോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ എളുപ്പമാണ് ടേസ്റ്റുമാണ്. തിളക്കണ കറിയിലേക്ക് ഇതാ നമ്മളെ ഈ തേങ്ങാപ്പാലം ഒഴിച്ചു. ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കണം. മല്ലിയില അവിടെ ഇല്ല കേട്ടോ. തൽക്കാലം നേരം വൈകിയത് കൊണ്ടും മല്ലിയിലില്ലാത്തത് കൊണ്ടും നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ പാത്രം നല്ലതാണ് കേട്ടോ. ഞാൻ അത് കുറച്ച് വലിയ സൈസ് ആയിരിച്ചിട്ടാണ് വാങ്ങിച്ചത്. ഇത് കുഞ്ഞു നമ്മളൊരു കറിപ്പാത്രത്തിൻ്റെ അത്ര സൈസേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ 3 കോംബോ ഇതായിരിക്കണം, ബാക്കി 2 കൂടി അങ്ങനെ ഒരു കോംബോ ആണ്. ഇതിലെന്താ സുഖം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ കറി ഇങ്ങനെ അടച്ചു വെക്കാം. കറി ഇപ്പം നമ്മളിന്ന് എടുത്തിട്ട് ബാക്കിയാവുമല്ലോ. ഇനി രാത്രിയൊക്കെ ഇത് എടുക്കുമ്പോൾ ഇതിനെ സ്റ്റോവിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കാം. ഈ ആമിക്കുട്ടി ഇന്ന് നേരത്തെ നീച്ച കാരണം ഞങ്ങളെ പണിയൊക്കെ സ്വീപ്പായി. അപ്പുണ്ടാക്കിട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കട്ടാ. അതിൻ്റെ എടുക്കണ്ടല്ലോ. ഇപ്പൊ സമയം എത്രയായിരുന്ന 8:30 മണിയായിട്ടോ. കറക്റ്റ് 8:30 മണിക്ക് ഇക്കാക്ക് കടയിലേക്ക് പോണേ. അപ്പൊ ഞാൻ വിചാരിക്കാം മോർണിംഗ് വ്ലോഗ് എടുക്കൽ നടക്കില്ലെന്ന്. കാരണം എന്താണെന്നറിയോ, നേരം വൈകി. ഈ നമ്മൾ വ്ലോഗ് എടുക്കുമ്പോൾ നമ്മളിത് പറഞ്ഞിട്ടും ഇതായിട്ടും ഒക്കെ ആകുമ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ എണ്ണിച്ചുട്ടപ്പം പോലുള്ള സമയമൊക്കെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ വെക്കാനുള്ള സമയം ഉണ്ടാവില്ല കേട്ടോ. അതിലെടുക്കുന്നതായി ആമിക്കുട്ടി നേരത്തെ നീച്ചു. അപ്പോൾ ഓളൊന്ന് സെറ്റിലാക്കണം. അങ്ങനെ നേരം വെക്കി. അപ്പൊ ഇക്ക ജസ്റ്റ് ചായ വെച്ചിട്ട് ഷോപ്പിൽ പോയിക്കാൻ. അപ്പൊ ഇക്ക ഇതായി കഴിഞ്ഞാൽ വിളിക്കാൻ വിളിക്കാം. അതെന്താ ചോക്ലേറ്റ് എന്നല്ല, ബട്ടറാണ്. ബട്ടർ ആമിക്കുട്ടിക്ക് ബട്ടർ ഇഷ്ടപ്പെട്ടു. രാവിലെ നീച്ചേക്ക് ഓൾക്കും വെള്ളം കൊടുക്കും, ഞങ്ങൾ കുടിക്കണ പോലെ. പിന്നെ ഒരു ചെറുപഴം കൊടുത്തു. ആ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ആകെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നു. ഞാൻ വിചാരിച്ചു ഇനി ഉള്ള പോലെ അങ്ങോട്ട് തുടരാം. ഇന്ന് എന്താണോ സംഭവിച്ചത് അതങ്ങോട്ട് കാണിച്ചു തരാന്ന്. ഇഷ്ടപ്പെട്ടോ? ഇതാണ് ബട്ടർ. എങ്ങനെ പരത്താ? കൈകൊണ്ടോ? ഇങ്ങനെ കൈകൊണ്ടോ പരത്തുണ്ട്? ഇങ്ങനെ ഈ ആമിക്കുട്ടി പരത്ത് ഒക്കെ വെച്ചിട്ടോ. ഈ ആമിക്കുട്ടി കഴിക്കണില്ലെങ്കിൽ മമ്മ പരത്തി കാണിച്ചു തരട്ടെ. ഇങ്ങനെ പരത്ത
നമ്മൾ നേരത്തെ പരത്തി വെച്ച സംഭവം ഇതങ്ങനെ പരത്തി വലുതാക്കും. മടക്ക് ചപ്പാത്തി എല്ലാവർക്കും അറിയണായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. എന്ത് ഇങ്ങനെ ബട്ടർ ഇതിന്റെ മുകളിൽ ഇങ്ങനെ തേക്കിട്ട് വേണം. നമുക്ക് എണ്ണയും തേച്ചെടുക്കാം. ഞാൻ ബട്ടറാണ് തേച്ചെടുക്കുന്നത് മാത്രം. മറിച്ചിട്ട് കൊടുക്കാം. അവർക്ക് എല്ലാ കളിക്കും ഞങ്ങളും വേണം ഒപ്പം. ഒറ്റയ്ക്ക് കളിക്കലും ഉണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ, കുട്ടികൾ അങ്ങനത്തെ ഒന്നും നിൽക്കൂല. അപ്പോൾ അവൾക്ക് നമ്മൾ വേണം. അപ്പോൾ അവൾക്ക് ഇതിൻ്റെ ഒക്കത്ത് കയറി ഇരിക്കുന്നേ വേണം. കുട്ടികളാകുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ. ഒറ്റക്കൈ കൊണ്ടുള്ള അതിസാഹസികമായ പരത്തലാണ്. അപ്പൊ ഞാൻ ഈ വ്ളോഗ് ക്യാൻസൽ ചെയ്യാന്നുള്ള മട്ടില് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ലൊക്കെ പോകുമ്പോൾ യാത്രയാക്കുമ്പോഴൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം ഇപ്പൊ ഈ വ്ളോഗ് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ ഈ വ്ളോഗ് എങ്ങനെ വെച്ചാൽ അങ്ങനെ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ ഓളെ കസേരയുടെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളെ അയിമ ഇരിക്കൂട്ടോ. എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താലും ഇനിയിപ്പോൾ ഈ കുറച്ച് നേരത്തിന് കസേര ഏറ്റി കൊണ്ടുവരണ്ടേ എന്നുള്ള മടിക്കാണ് ഓളെ ഒക്കത്ത് വെച്ചിട്ട് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനിക്കുട്ടി പരത്തിയതാ. ഫാൻ അവിടെ ഇട്ടച്ചിരിക്കുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ചൂടൊക്കെ. ഓ യാമിക്കുട്ടി കഴിക്കാനാണ് അമ്മാമു ചപ്പാത്തിനെ. യാമിക്കുട്ടി കഴിക്കാനുള്ള ചപ്പാത്തിനെ. ഇത് നോക്കിയൊക്കെ ചപ്പാത്തി കൊള്ളാക്കണൊക്കെ നോക്കിയൊക്കെ. വാ നല്ല രസം. ഇത് ചട്ടിക്കിടാ. നമുക്ക് ചട്ടിക്കിടാ. ആ ഇത് പൊള്ളക്കും. അങ്ങനെ ഞങ്ങൾ ചപ്പാത്തി ഇടൽ കഴിഞ്ഞു. വേഗം ഇട്ടാൻ വിളിക്കട്ടെ. ചാടിക്കാൻ ഇവിടെ അടുത്ത് തന്നെയാണ് ഷോപ്പ് ഉള്ളത്. അപ്പോൾ തുറക്കലൊക്കെ നമ്മൾ ഇക്കാക്ക് കറക്റ്റ് ആവും. ഇക്കാക്ക് നല്ല എല്ലാവർക്കും കറക്റ്റ് ആവണല്ലോ. അപ്പോൾ എത്ര മണിന്ന് അവിടെ എഴുതി വെച്ചിട്ട് ആ സമയത്ത് ആളുകൾ വരുമ്പോൾ ആളില്ലെങ്കിൽ അതൊക്കെ മോശമല്ലേ. അപ്പോൾ സമയം 9 മണി കേട്ടോ. എനിക്ക് പിന്നെ ഒരു ഗ്ലാസ് പാൽച്ചായ കുടിച്ചാൽ പിന്നെ കുറച്ച് നേരത്തിന് നല്ല ഉഷാറാണ്. ആയിക്കാ വരി പണിയില്ല. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? ആയിക്കോട്ടെ, എന്നാൽ കഴിഞ്ഞിട്ട് വരും. ഓക്കെ, ഞാൻ ഇവിടെ കാത്തിരിക്കാം. ഇതൊക്കെ അറിയില്ല ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ടോ എന്നുള്ളത് വന്നിട്ട്. ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് നിർത്താത്തെന്നറിയോ. നാളെ ഒരു തിരക്കുണ്ട്. മറ്റന്നാൾ എനിക്ക് വീഡിയോ ഇടും വേണം. നമ്മളെല്ലാ ബുധനാഴ്ചയും പറഞ്ഞിട്ട് കഴിഞ്ഞ ബുധനാഴ്ച എനിക്ക് അതുപോലെ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കലേക്ക് നിർബന്ധമാണ്. അപ്പോൾ എന്നാൽ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. ഓൾ സാധാരണ 10, 11 അങ്ങനെയൊക്കെ മണിക്ക് നീക്കുന്നതാണ്. ഇന്നിപ്പോൾ ഓൾ 8 മണിക്ക് തന്നെ 8 മണിക്കോ 7:45 ഓൾ നീച്ചു. അപ്പോൾ എനിക്ക് വന്നിട്ട് ചായ എടുക്കാം. മമ്മന് ചായ കെട്ടിക്കുക. മമ്മ കുളിപ്പിച്ചേരാം. പപ്പ വരുമ്പോഴത്തേന് വേഗം കുളിപ്പിച്ച് സുന്ദരിയാക്കിയിട്ട് മമ്മയുടെ പോലത്തെ ഡ്രസ്സിൽ സെയിം ഞാൻ വീട്ടിൽ നോക്കിട്ടോ. അവളുടെ സമയം ആവണുള്ളൂ നീക്കണ്ട. അപ്പോൾ ആ സമയത്ത് നീച്ചുകൊണ്ട് അവൾക്കൊരു സുഖമില്ലായ്മയുണ്ട്. ഭക്ഷണമൊന്നും കഴിക്കൂല നേരത്തെ നീച്ച. അവളെ കറക്റ്റ് സമയത്ത് ഹാപ്പി ആയിട്ടുണ്ട് നീച്ച് തരണം. അപ്പോഴാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേഗം ഉണ്ടാക്കേണ്ടതുകൊണ്ട് കോളൊന്നും ഉറക്കാൻ ശ്രമിക്കാനും പറ്റിയില്ല. വിചാരിച്ച പോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അവളോട് തുറന്നു പറഞ്ഞു പറയാം. ഞാൻ കടയിൽ നിന്നാണ് ചായക്ക് വന്നിട്ടുണ്ടോ? ചായ കുടിക്കാൻ കടയിലേക്ക് പോയിരുന്നോ? നമുക്കിപ്പോ ഇത് ഇതൊന്നും അറിയാതെ സാധാരണ പോലെ ചായ കുടിച്ച് പോണ പോലെ കാണിക്കൊക്കെ ചെയ്യാം. പക്ഷെ എനിക്ക് പണി പാളിയ കാര്യേ ഓരോട് പറയാതിരിക്കാൻ തോന്നിയില്ല. അപ്പൊ ഇന്ന് ഉണ്ടായ പോലെ അങ്ങോട്ട് കാണിക്കാന്ന് വിചാരിച്ചു വരാം. പക്ഷെ ആയിക്കോട്ടെ, ഇതില് വേറെ എക്സ്പീരിയൻസ് കൂടി ഉണ്ട് എനിക്ക്. അത് ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുതരാം. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് പണ്ട് ഞാനിതേമാതിരി തൂതല് നാട്ടിൽ പണിയെടുക്കുന്ന കാലത്ത് കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പൊക്കെ നമ്മൾ സാധാരണ ഹോട്ടലിൽ പോയിട്ടാണല്ലോ പൊറാട്ടയും ചായ ഒക്കെ കുടിക്കുക. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ 10 മണിയായി കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഞാൻ കഞ്ഞി കുടിക്കാനാണ് വന്നിരുന്നത്. അതായത് സാജിറ ഹോട്ടലിൽ നിന്നാണ് കഞ്ഞിയൊക്കെ അന്ന് കുടിച്ചിരുന്നത്. ഹോട്ടലിൽ നിന്ന് പൊറാട്ട അല്ലെങ്കിൽ കഞ്ഞി സാജിറ ഹോട്ടലിൽ നിന്ന് കുടിക്കുക. പക്ഷെ കല്യാണം കഴിഞ്ഞ പോലെ പിന്നെ കുറെ കാലം 10 മണി ഉണ്ടായി കഴിഞ്ഞാല് നമ്മള് കഞ്ഞി കുടിക്കാൻ കണക്ക് ഓർമ്മ ഉണ്ടാവില്ല. നല്ല ഓർമ്മയാണ്. 10 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും? കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കയറിച്ചല്ലോ. അങ്ങനെയാണ് കുറെ കാലമായിട്ട് പിന്നെ പതിവ്. അതിന് ശേഷം ഇപ്പോഴാണ് കടയിൽ നിന്ന് 10 മണിക്ക് ഇതൊക്കെ തിന്നാൻ പോയി ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ ഓർമ്മപ്പെടുത്താണ് ഏതായാലും ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനില്. അന്നെ കാണാൻ വേണ്ടിട്ടല്ലേ കല്യാണം കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ പുതുക്കല്ലേ, 4 മണിക്കൊക്കെ വരും. ഇടക്കൊക്കെ എല്ലാവരും മടക്ക് ചപ്പാത്തി ഉണ്ട്. പൊറാട്ടന്റെ പോലെ ഉണ്ട്. പൊറാട്ടന്റെ പോലത്തെ ഒരു സോഫ്റ്റ് ഒക്കെ ആയിട്ട്. അപ്പൊ ഇനി പുതിയ കല്യാണം കഴിക്കണ ആൾക്കാരൊക്കെ ഉണ്ട്. പെൺകുട്ടികളൊക്കെ ഞാൻ പറയാം, ഭർത്താക്കന്മാർ അങ്ങനെയൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ പുതിയ ആപ്പിളാർ ഇതേമാതിരി വന്നിരുന്നോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. നേരല്ലാത്ത നേരത്തൊക്കെ കഞ്ഞി കുടിക്കാന്, നേരല്ലാത്ത സമയത്ത് ചായ കുടിക്കാൻ, അതുപോലെ വെറുതെ ലീവ് എടുത്ത് കണ്ടൊരു തലവേദന നടന്നുകൊണ്ട് കിടക്കുക. അതൊക്കെ അല്ല ഓർമ്മ ഉണ്ടാകും തലവേദന.
അപ്പോൾ 10 മണിക്ക് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് അതാണ് ഇനി എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ആക്കിയാലോ എന്നാലും ചോദിക്കാം. ഇടക്കിടക്കൊന്ന് കാണാൻ വരാനുണ്ട്. ഒരു തന്തി തള്ളി. ഇനിയിപ്പോൾ നമ്മൾ എന്നാ വീഡിയോ ഇടുക? ഇത് ബുധനാഴ്ച. 2 ബുധനാഴ്ച. അപ്പം ഇനി നമ്മളെ നാട്ടില് 11-ാം 12-ാം പൂരം കാളവേലൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും നമ്മളിതൊന്ന് പറഞ്ഞു കൊടുക്കണം. അല്ല ക്ഷണിക്കെന്ന് പറഞ്ഞാല് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ പൂരം കാളവേലൊക്കെ കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. കാരണം നമ്മളെ ഇതിൽ ഒരു 10-40 ആന അല്ലെങ്കിൽ ഒരു 10-35 ആനയൊക്കെ ഉള്ള ഒരു പൂരാണ്. നല്ല വലിയ പൂരാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാം. പല ഭാഗത്തു കൂടി ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്നോളൂ. ഇക്കാന്റെ ആവേശമാണ് പൂരം അല്ലേ? ആ പൂരം കാളവേല എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നടക്കണ വലിയ സംഭവമാണ്. പൂരത്തിന്റെ അവിടെയൊക്കെ ആയിട്ട് നമ്മള് വീട്ടിൽ അങ്ങനെ തന്നെ പൂരം വന്നാൽ കഴിഞ്ഞാൽ പൂരം കാളവേലൊക്കെ പുറത്തല്ലേ, അപ്പൊ അവിടെ തന്നെ കയറാം. കട അടച്ചിക്കപ്പോ അല്ല ഞാൻ വെറുതെ ലോക്കിട്ട് പോകുക. കട തുറന്ന പോലെ ഉണ്ടാവുമല്ലോ അല്ലെ? രാവിലെ നേരത്തിന് പോയിട്ടില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കട അങ്ങനെ അടഞ്ഞു കിടക്കുമ്പോ ആരെങ്കിലും വിളിക്കും. നമ്പറൊക്കെ നമ്മള് മറ്റേ ഗ്ലാസ് അവിടെ എഴുതി വെച്ചോളാം. അപ്പൊ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പോകുന്ന അറിയും. അപ്പൊ ഒരേ ചായ കുടിക്കാനൊക്കെ ചിലപ്പോ അടുത്തുള്ള ഹോട്ടലിൽ അവിടെ എവിടെയൊക്കെ കയറാം. ഹോംമേഡ് ചായ മൈക്കോട്ട് പോലെ പറയും പോലെ ഞാൻ അവിടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോ കത്തിരി കിലിങ്കിലിന്നുള്ള ഒച്ചേക്കാരതില്. ഓക്കെ ബൈ. അപ്പത്തിനും ആരാ വന്നിക്കണ നോക്കി മറ്റാൾക്ക് വീണ്ടും ഗുഡ് മോർണിംഗ് ആയിക്ക്. ആരാ ഇവിടെ ഒച്ചയും ബഹളം വെച്ചിട്ട് വന്നിക്ക? രാമിക്കുട്ടി ഉറക്കം കഴിഞ്ഞതാ ഹാപ്പി ആയിട്ട് നീച്ചു വന്നിട്ടുണ്ട്. എനിക്കതാ നല്ല മമ്മൂട്ടിന്റെ പോലെ ബാർബർ ഷോപ്പിക്ക് കണ്ണട കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടോ പോവുക. കണ്ണട വെച്ച് പോവാന്ന് പറഞ്ഞാല് ഭയങ്കര വെയിലും ഭയങ്കര ചൂടാണ്. അപ്പൊ ഇതിന് വേണ്ടിട്ട് വെക്കുന്നതാണ്. ഓക്കെ കുളിക്കാം നമുക്ക്. സുന്ദരിയാവാ മമ്മട്ടേ ഓക്കെ. എപ്പോഴും ഉണ്ട് ഷാള് വേണം. എന്നാ ഷാളൊക്കെ ഇട്ടിട്ട് സുന്ദരി കുട്ടിയൊക്കെയാണല്ലേ യാമിക്കുട്ടി. സെമീറാന്റെ പോലെ ഉണ്ട് കാണാന്. യാമിക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തോളെ കുളിപ്പിച്ച് ഇന്റെ പോലത്തെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. മുകളിൽ കുറച്ച് തുണികൾ ഉണക്കാൻ പോയി. പിന്നെ ഞങ്ങൾക്ക് ലഞ്ചൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. കാരണം ഇന്നലെ ഇക്കാടെ സൺഡേ ബിരിയാണി കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ട്. മിക്ക തിങ്കളാഴ്ചയും തലേന്നത്തെ സൺഡേ ബിരിയാണിയോ സൺഡേ മന്തിയോ ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഒക്കെ രാവിലെ പോകുമ്പോൾ ഇവിടെ തുടക്കൂട്ടോ. ഇന്നും തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കില് ഞാൻ അത് വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പൊ ഇനി എന്താണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ കുട്ടിയായിട്ട് പോവാണ്. ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാതെ വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും. ആഷാൾ പോയോ? ഇനി മോളിൽ പോയിട്ട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം യാമിക്കുട്ടിനെ കൊണ്ട്. ചെറിയ യാമിക്കുട്ടിന്റെ ഇന്ത്യയും കുറച്ച് കളികളൊക്കെയാണ്. ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ നമുക്കൊരു കളിപ്പാട്ടുള്ള പോലെയാണല്ലോ. ഓളെ കൂടെ ഒരു പണിയില്ലാതെ ഓളെ കൂടെ തന്നെ കളിച്ചിരിക്കാൻ ഒരു രസം. പല കളികളുണ്ട് ഞങ്ങളുടെ. അങ്ങനത്തെ കളികളൊക്കെ ഉള്ള വീഡിയോ വേറെ ദിവസം ഇടാം അല്ലെ? ഈ വീഡിയോ ഇനി ലെങ്ത് ആക്കണില്ല. അപ്പൊ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും. എന്തെങ്കിലും താഴെന്നാ പറയണേ. എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്ന പറയണത് അല്ലേ? അമ്മിയെ പിച്ചക്കാരെ പോലെ ചോദിക്കാണ്.